ഹലോ മച്ചാന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളർ വണ്ടിയാണ്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല ലെവലായിട്ട് ഇവിടുന്ന് പണിത് പോയൊരു വണ്ടിയാണ്. ആ വണ്ടിയുടെ പെയിൻറ്റിങ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണേ. നമുക്ക് എന്തായാലും നേരെ വണ്ടി ഒന്ന് കണ്ടേക്കാം. ആ വണ്ടിയിൽ നിന്ന് നിങ്ങൾ നോക്കട്ടാ. ഇതാണ് മുതൽ നല്ല കിഡിലോസ്കി ഐറ്റം സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വേറെ ലെവലായിട്ട് ഇവിടെ ചെയ്തു പോയൊരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ കാര്യങ്ങളും ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ ആളുകളെയും അതുപോലെ തന്നെ വണ്ടി പണിത അമേരിക്കൻ ടീമൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ ഓണർമാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. മക്കളെ കയറിക്ക്, അത് പേര് പറഞ്ഞോട്ടോ. വിമലേ. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം പേരാണല്ലോ മച്ചാനെ. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ല. ഈ വണ്ടി എല്ലാവർക്കും നല്ല പരിചയമുള്ളൊരു വാഹനമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടക്കലിൻ്റെ കയ്യിലിരുന്ന വാഹനം നിങ്ങൾ വാങ്ങിയതാണ്. അപ്പോൾ നിലവിൽ ഇവരാണ് ഇപ്പോൾ ഇതിൻ്റെ ഓണർമാർ. അപ്പോൾ ഈ കളറ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു. കളർ കണ്ട് തന്നെയാണ് വണ്ടി എടുത്തത്. അപ്പോൾ ഈ ബ്ലൂ കളറ് ഇവിടെ അടിച്ചാണെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. അതായത് അമീർക്കാട് അടിച്ചാണെന്ന്. ഇവിടെ വരാനിപ്പോൾ ഉണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ടെസ്റ്റായി. അപ്പോൾ മച്ചാന്മാർ, ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് നമ്മളിവിടെ അടിച്ചു പോയൊരു പെയിൻ്റാണ്. അത് നല്ല ക്വാളിറ്റിയോട് തന്നെയാണ് ഇവിടെ അടിച്ചതും. അപ്പോൾ രണ്ടാമത് നമ്മളിപ്പോൾ വേറെ പെയിൻ്റായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ. എന്തായാലും പെട്ടി എന്തായാലും കല്ലും അതുപോലെ മെറ്റീരിയൽ കയറ്റുമ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഈ പെയിൻറ്റിന് ഏകദേശം എത്ര വില ഉണ്ടെന്നറിയാമോ? 3200 ലിറ്റർ വിലയുണ്ട്. അതുപോലെ തന്നെ 3000-4000 അടുത്ത് തന്നെ ക്ലിയറിന് വരുന്നുണ്ട് അല്ലേ? അല്പം കൂടി ചേർന്ന് കിട്ടാം, നിങ്ങളെ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഇത്തരം ഈ വർക്കുകൾ ചെയ്തു നമ്മൾ. അതായത് പോളിഷ് ചെയ്തപ്പോൾ തന്നെ പഴയൊരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയോ? ഇനിയിപ്പോൾ എന്തായാലും 2 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് വരുമ്പോൾ വീണ്ടും പോളിഷ് തന്നെ ചെയ്താൽ മതി അല്ലേ? എന്തായാലും വർക്കൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തൃപ്തികരമാണോ? ആണല്ലേ? അപ്പോൾ അതറിയാനായിട്ടാണ് നിങ്ങളായിട്ട് സംസാരിക്കാൻ തന്നെ വിചാരിച്ച്. ബാക്കി നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം കാണിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഒന്ന് പങ്കുചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ ബ്രോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഈ പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ അമീർക്കയുണ്ട്, ഷിബുആശാനുണ്ട്, അതുപോലെ തന്നെ സാലിച്ചേട്ടനുണ്ട്, വിനോദേട്ടനുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ആയിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അമീർക്ക തുടങ്ങിക്കോ. നമ്മളെ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇതിപ്പോൾ എത്ര നാളായി എന്നുള്ളത് അറിയോ? 2 വർഷമായെന്ന് ഓർമ്മയുണ്ട് അല്ലേ? അപ്പോൾ സാലിച്ചേട്ടനാണ് ഇതിൻ്റെ പെയിൻ്റ് അടിച്ച ആൾ. സാലിച്ചേട്ടൻ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്ത്? ഓർക്കുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? കളറിന്റെ തന്നെ കൂടിയ പെയിന്റ് 2 വർഷമായി ടച്ച് ആൻഡ് പോളിഷ് ചെയ്താണത്. ഇനി എത്ര നാൾ കൂടി കിട്ടും? ഇനിയും കിട്ടും. 2 ടെസ്റ്റ് കൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഉറപ്പല്ലേ? അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇനി ഇവിടെ വന്ന് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നോ ഈ പെയിന്റ് എന്നും മാറ്റുന്ന കാലം വരെ ആയാലും നമ്മൾ ഓരോരോ വീഡിയോ എന്തായാലും ഇടും. ഉറപ്പായിട്ടും ഇടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി എന്ന് എല്ലാവരും പറയണ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ക്വാളിറ്റി കണ്ട്, കാരണം നമ്മൾ അടിച്ച പെയിന്റ് അവർക്ക് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കണ ഒരു ഇതുണ്ടല്ലോ, അത് ഈ വണ്ടിയുമേ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അതായത് ആദ്യമായിട്ടായിട്ട് ഒരു വണ്ടി പോയിട്ട് തിരിച്ചു വന്നത്. കാരണം നമുക്ക് കൂടുതൽ അടിച്ചു പോയിരിക്കുന്നതൊന്നും 2 വർഷം തികഞ്ഞിട്ടില്ല. ഇതാണ് ആദ്യമായിട്ടുള്ളൊരു മിഡ് നൈറ്റ് ബ്ലൂവിൽ നമ്മൾ അടിച്ചു പോയേക്കണത്. പിന്നെ നമ്മുടെ വിനോദേട്ടൻ എന്നിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ സ്കെറ്റിങ്ങിൽ നന്നായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട് അല്ലേ ശിവാശാൻ? എല്ലാം നല്ല, നമ്മുടെ എല്ലാ വണ്ടിയും ക്വാളിറ്റിയിൽ മുമ്പിലാണ് നിൽക്കണേ. അത് പണി നമ്മൾ ഇവിടെ ചെയ്യാറില്ല. വണ്ടി വന്നാലില്ലെങ്കിലും അത് 10 രൂപ കൂടിയാലും നമ്മള് പണി സെറ്റായിരിക്കും. മറ്റുള്ളവർ പറയുമ്പോൾ 2 വർഷം കഴിഞ്ഞ് പോളിഷ് ചെയ്ത വണ്ടി ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ ഫുൾ എക്സ്പീരിയൻസ് അവർക്ക് കാണാൻ തന്നെ കിട്ടും. കാരണം പലരും അടിച്ചു പോയിട്ട് അത്ര റേറ്റ് വരുന്ന റേറ്റൊക്കെ പ്രശ്നങ്ങളായിട്ടൊക്കെ പറയുമ്പോ പെയിന്റിന്റെ ക്വാളിറ്റി കാര്യങ്ങള് ഇതുമ്പോ തന്നെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് എക്സാമ്പിൾ ആണ് സാധനം. കാരണം വെച്ചാൽ നമ്മൾ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതോറും പെയിന്റിന്റെ ക്വാളിറ്റിയും ക്ലിയറിന്റെ ക്വാളിറ്റിയും നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റിയും ഒരുപാട് വ്യത്യാസം. ചിലപ്പോൾ 5 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ടൊക്കെ പെയിന്റ് തിരക്കാറുണ്ട്. പക്ഷേ ഇത് നല്ല ടൈം എടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ല, നന്ന് നല്ല ഗ്യാപ്പ് ഇട്ടിരുന്നു. കാരണം കോട്ടക്കലിൻ്റെ അനൂപ് നമുക്ക് നല്ല ഗ്യാപ്പ് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ മാഷായാലും ഇവിടെ വന്നിട്ട് നമുക്ക് നല്ലൊരു സപ്പോർട്ട് തന്നതിൻ്റെ ബേസിലാണ് നമുക്കത് ഇത്ര ഭംഗിയാക്കാൻ തന്നെ അന്ന് സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം ബോൾ വാർക്കറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് അവർ നല്ല രീതിയിൽ ഇറക്കണമെന്നും പറഞ്ഞ് വന്ന വണ്ടിയിലാണ് ജോണി വാക്കർ. കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പൊളിച്ച് മാറ്റിയിട്ടോ ടെസ്റ്റ് വർക്കായിട്ട്.
അപ്പോൾ ജോണി വാക്കർ ബ്ലൂ ലേബൽ എന്ന് പറഞ്ഞ് ഇറക്കിയിരുന്ന ഒരു വാഹനമായിരുന്നു കേട്ടോ അത്. എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീം ദേവരാഗം, അതാണ് അവരാണ്ട് എടുത്തേക്കണേ. അവർ ഇൻസ്റ്റാ പേജാണ് ഇതിലുള്ളത്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നല്ല രീതിയിൽ തന്നെ. അപ്പോൾ അവർ നല്ല നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ അമീർക്ക, നമുക്ക് ഇനിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലും പൊളിയാക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ എന്തായാലും നമുക്ക് ഇറക്കാൻ കഴിയും, ഉറപ്പ്. സാലി ചേട്ടാ എങ്ങനെയുണ്ട് അതിനെ? ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം എത്ര സ്കെർട്ടുകളും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? കണക്ക് നോക്കാൻ പറ്റില്ല. വണ്ടികളിലെല്ലാം നമ്മുടെ സാധനം ഞാൻ മലപ്പുറത്ത് ഓട്ടം പോയിണ്ടായിരുന്നു. മലപ്പുറത്ത് എന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്കെർട്ട്, ഗ്രില്ല്, അതുപോലെ റൂഫ് റെയിൽ, ഈ സാധനം വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഭാരത് ബെൻസ് ഇത്രയും ഹിറ്റാക്കിയത് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഇറങ്ങിയത്. അതെ, ഏറ്റവും കൂടുതൽ സ്കെർട്ട് അടിക്കുന്ന ആശാനുണ്ട്. ഇപ്പൊ കമ്പനിയില് ബെൻസിന്റെ കമ്പനിയിൽ നോക്കിയാൽ തന്നെ അവര് വരെ കണ്ണുള്ള രീതിയിൽ നമ്മൾ പണിതിട്ടുണ്ട്. ഇത്രയും ഗ്ലാമർ ആക്കിയേക്കണത് നമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്തേക്കണ വർക്കില്. ഫുള്ള് മെറ്റലില്, ഫൈബർ ഇല്ല. ഫൈബർ ആകെ വരുന്ന റൂഫ് റെയിലാണ് ഇപ്പൊ നമ്മൾ ഫൈബർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എംബ്ലത്തിന് വരെ ഫുൾ ഗ്യാരണ്ടിയാണ് കൊടുക്കണം. അതെ, ലൈഫ് ഗ്യാരണ്ടി. അത് അമീറിന്റെ ലൈഫാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അതെന്തായാലും പൊരിച്ച് തിരിച്ചെടുത്തിരിക്കും, അല്ലെങ്കിൽ ആ റേറ്റ് നമ്മൾ തിരിച്ചു കൊടുക്കും. അതാണ് ഒരു വിശ്വാസം. പുത്ത സാധനം നമ്മൾ സ്റ്റീല് തന്നെ, പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ ചെയ്യില്ല, ഫുള്ള് സ്റ്റീല്. അപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഡബിൾ ഗ്യാരണ്ടിയാണ് അല്ലേ? നമ്മുടെ ലൈഫിന് വേണ്ടി നമ്മൾ അതിന് വേണ്ടി എടുത്ത് കൊടുക്കും. ക്വാളിറ്റിയിലാണ് നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചെറുതാക്കാന്നുള്ളത് നമ്മൾ ഇതില്ല. ക്വാളിറ്റി ആ കൊടുത്തില്ലെങ്കിൽ പിന്നെ കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇതുപോലെ കൊടുത്തതിന്റെ വ്യത്യാസമാണ്, നമ്മൾ ആ ക്വാളിറ്റി പറഞ്ഞ് കൊടുത്തതിന്റെ വ്യത്യാസമാണ് ഈ കാണുന്നത്. ഓക്കെ സാരി ചേട്ടാ, നമുക്ക് ഏകദേശം ഒരു വാഹനം ഇങ്ങനെ പെയിന്റ് ചെയ്ത് ക്യാബിൻ മാത്രം ചെയ്യണമെങ്കിൽ എത്ര ദിവസത്തെ പരിപാടി ഉണ്ടാവും? ശരിക്കും നമുക്കൊരു ടൈം തരണമെങ്കിൽ 9 ദിവസം. അത് മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം. കറണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയാൽ നമുക്ക് 9 ദിവസം നമ്മുടെ ശരീരം കൊണ്ടും പറ്റണം അല്ലേ? അതല്ല അതിൽ മെയിൻ സമാധാനം. അതാണ് സമാധാനം കിട്ടിയാൽ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു പോറൽ പോലും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ എന്ത് ജോലിയാണെങ്കിലും നമുക്ക് സമാധാനം അതിൽ വേണം. ഉറക്കം, സമാധാനം, ടെൻഷൻ ഇല്ലാണ്ട് നമ്മൾ എന്ത് വർക്ക് ചെയ്താലും എന്ത് ചേട്ടാ ശരിയല്ലേ? പിന്നെ അതോട്ടൊന്നും മിണ്ടണില്ലല്ലോ. എന്ത് പറ്റിയേ? വിനോദേട്ടൻ അന്നൊക്കെ ഇതിന്റെ ചോട്ടിലിരുന്ന് പണിതത്, വളരെ സാലിച്ചേട്ടനൊക്കെ ഇതിന്റെ ചോട്ടിലിരുന്ന് പണിതൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എന്തോരം അതിന് പുറകെ എഫേർട്ട് എടുത്തു എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും നമ്മുടെ ഈ വീഡിയോയിൽ നല്ല രീതിയിൽ പങ്കെടുത്തതിന് വളരെയധികം സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇവർ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒരു ബൈ പറഞ്ഞോട്ടെ. ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ സ്ഥലവും ഒന്ന് നടന്ന് കാണുകയുണ്ടോ. അപ്പോൾ നമ്മുടെ ഇതിൽ ടെസ്റ്റ് വർക്കുകളനുസരിച്ച് പെട്ടിയും ചെയ്സും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി നമ്പർ KL63 H1696. സൈഡിൽ നമ്പർ വേറെ കാലത്ത് ലൈറ്റുകളൊന്നും പിടിപ്പിച്ചിട്ടില്ല. അതിനൊക്കെയുള്ള ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അവർ. ഇപ്പോൾ ഫ്ലോറസിൻ്റെ ഗ്രീനാണ് അടിച്ചിരിക്കുന്ന വീൽ കപ്പിന്. അപ്പോൾ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി തന്നെയായിട്ട് ഇതിൻ്റെതൊക്കെ ഫൈബറാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണുള്ള പെയിൻറ്റിങ് കാര്യങ്ങളും. ഫ്ലൂറസിനിലേക്ക് നോക്കിയിട്ട് നന്നായിട്ട് കണ്ണൊക്കെ വേദന എടുക്കുന്നുണ്ട്. നമ്മുടെ വീൽ ചോക്ക് ഗ്രീനാണ്. അതുപോലെ തന്നെ ചെറിയൊരു നമ്മുടെ എന്താ പറയുക ഡീസലൊക്കെ നമ്മൾ ജീപ്പിനൊക്കെ വെക്കുന്ന സംഭവം നമ്മുടെ സൈലൻസറിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗി തന്നെ. വണ്ടിയുടെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ തന്നെ വണ്ടി മിഡ് നൈറ്റ് ബ്ലൂവിൽ നല്ല രീതിയിലുള്ള പെയിൻറ്റ് ക്വാളിറ്റിയും നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് വണ്ടി നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രസമാണ്. അപ്പോൾ ലോങ് സൈറ്റിലാണ് നോക്കുമ്പോഴായാലും അടിയിൽ ഷോക്ക് അബ്സറിന്, അതായത് വീലിന് തൊട്ട് ഉള്ളിലായിട്ട് ഷോക്ക് അബ്സറിനും വീൽ മറ്റേ ഫ്ലൂറസെൻ്റ് ഗ്രീനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടോ. ഫ്രണ്ട് ഭാഗം ആക്ട്രോസിൻ്റെ ഗ്രില്ല്, ബെൻസിൻ്റെ എംബ്ലം, അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്കേർട്ടിങ്. ഇന്ത്യയിൽ തന്നെ ഇതുവരെ ആരും ഇങ്ങനത്തെ ഒരു സ്കേർട്ടിങ് പണിതിട്ടില്ല. അത്ര ഭംഗിയാണ്. അതായത് എന്ത് രസമെന്ന് പറയുമ്പോൾ നമ്മൾ വെയിലത്ത് ഈ വണ്ടി കാണാനായിട്ട് നല്ലൊരു തിളക്കവും തന്നെ ഡിസൈനും. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടാണെങ്കിൽ ഒരു ചെറിയ ഒരു ലൈറ്റിൻ്റെ പോർഷൻ ഉണ്ട്. അത് അഴിച്ചു വെച്ചേക്കാണ്. അത് സെറ്റാക്കണം, പുതിയത് വാങ്ങിച്ചിട്ട് വേണം. കാരണം പഴയതൊക്കെ ഒന്ന് മാറ്റിയൊന്നും അതൊക്കെ ഒന്ന് അപ്ഡേഷൻ ചെയ്യാനാണ് അവരിയ്ക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ ഇലക്ട്രിക്കൽ വർക്കുകളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാ വാഹനങ്ങളും കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പെയിൻറ്റിങ് ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന് നമുക്ക് കാണിക്കാം കേട്ടോ. അതായത് ഞാനാണ് നിൽക്കുന്നത്, എൻ്റെ ബാക്കിലുള്ള ഗ്രൗണ്ടാണ് കേട്ടോ കാണുന്നത്. അതായത് എൻ്റെ ക്യാമറയും എന്നെയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്ര നല്ല പക്കയായിട്ടുള്ള കണ്ണാടി പോലെ ഇരിക്കുന്ന ഡോർ ഭാഗമായിട്ട് ഈ കാണുന്നത്. അപ്പോൾ വേറെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇതിലൊരു പ്രീമിയം ലുക്ക് തന്നെ വരുത്താനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. കാരണം പെയിൻറ്റിങ് ക്വാളിറ്റി സ്റ്റിക്കറിൽ പോരുത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വരെ ലൈവായിട്ട് അതിൻ്റെ ഡോറിൽ കാണാം. എത്ര ഗ്യാപ്പിൽ നിന്ന് എടുത്താലും അത് നല്ല അത്യാവശ്യം ദൂരത്ത് തന്നെയായിട്ട് എടുക്കണേ.
അപ്പോൾ ഈ സൈഡിലോട്ട് വരും, നമ്മൾ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ അതേ കൂട്ടം തന്നെ എന്താ പറയുക, നമ്മുടെ ഷോക്ക് അബ്സറിന് ഒരു ഫ്ലൂറസെൻ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അത് തന്നെ നമ്മുടെ ഓയിൽ ടാങ്ക്, ഹൈഡ്രോളിക്കിൻ്റെ ഓയിൽ ടാങ്ക് കാര്യങ്ങൾ. വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഈ വീൽ കപ്പും കാര്യങ്ങളും മാത്രമാണ് എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്നുള്ളൂ. പക്ഷേ വണ്ടി നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ്. എന്തായാലും നല്ലൊരു കമൻറ്റുകളും കാര്യങ്ങളും രേഖപ്പെടുത്തുക. പെയിൻറ്റ് എൻ്റെ അമ്മോ വേറെ 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 ലെവലായിട്ടുണ്ട്. ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലൂ കളർ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. അതിൽ തന്നെ പേളുണ്ട്. നമ്മുടെ ക്യാമറയിൽ പേളത് കിട്ടില്ല. എന്തായാലും നമ്മൾ സ്കെറ്റിങ് നോക്കിക്കോട്ടെ. ഇതുപോലത്തെ ഒരു സ്കെറ്റ് വേറൊരു വണ്ടിക്ക് ഇന്ത്യയിലല്ല എല്ലാം ചെയ്തിട്ടില്ല അതിന് എനിക്ക് തോന്നുന്നത്. അത്ര പ്രീമിയം ലുക്കാണ് വണ്ടി കാണാനായിട്ട്. ജാതി ലുക്കിലാണ് വണ്ടി നിൽക്കണേ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകളും, അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണായി അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകളും മോശമായ കമൻറ്റുകളും എല്ലാം സ്വീകരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും ഓക്കെ ബൈ മച്ചാന്മാരെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ ട്രക്ക് ഡാഡി.